vision to be an institution providing the most advanced education based on the latest explored areas and executing challenging researches in unexplored areas, upholding historical values of Indian culture and science to elevate and maintain vibrant economic harmony and peace across the globe. Our mission: we, Chattangulam Institute of Research and Advanced Studies, are committed to elevate and to maintain vibrant economic harmony and peace across the globe by providing quality education through continual improvement of our human resource system and practices. To elevate and to maintain vibrant economic harmony and peace across the globe എന്നുള്ള ഒരു വളരെ വലിയ കാഴ്ചപ്പാടിന് വേണ്ടിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വർക്ക് ചെയ്യുന്നത്. മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെ ഇന്ന് സ്ഥായിയായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് മുഴുവൻ ഒരു കാലത്ത് ഒരു കാഴ്ചപ്പാടോ ഐഡിയയോ ആയിരുന്നു. അത്തരത്തിലുള്ള ഐഡിയകളെയോ കാഴ്ചപ്പാടുകളെയോ ലോകത്തിന് സമർപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള വലിയ ഉദ്ദേശങ്ങളുമായാണ് ഈ റിസർച്ച് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഈ റിസർച്ച് സെൻറ്ററിലൂടെ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന രീതി, നമ്മുടെ കുട്ടികൾക്കുള്ള പൊട്ടൻഷ്യൽ, അവരുടെ അകത്തുള്ള പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള മാർഗത്തിലൂടെയാണ്. ടു എക്സ്ട്രാക്ട് ദ ഒപ്റ്റിമം പൊട്ടൻഷ്യൽ ഫ്രം ദം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തീരുമാനിക്കുന്നത്. മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. Situational base, we got two advantages. The college is situated in the middle of the industry place. In and around college, we got more than 65 to 70 industries, starting from the MNCs and the small scale industries and the medium small scale industries. The advantage the students getting by studying these institutes is actually the industry exposure, and then the next part is the industry visit we are arranging. We can say we are arranging around 2-3 visit every month to the industry, nearby industries. So they are getting a real experience, real practical experience by having an interaction with the industry people. MBA കോളേജുകൾ സാധാരണഗതിയിൽ മാനേജർമാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ചാത്തൻകുളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത് മാനേജേഴ്സ് ആൻഡ് ലീഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. മാനേജേഴ്സ് ഹു ആർ ഗുഡ് ലീഡേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഹു ആർ ഗുഡ് മാനേജേഴ്സ്. മാനേജ്മെന്റും ലീഡർഷിപ്പും ഒരേപോലെ സമന്വയിക്കുന്ന ഇൻഡിവിജ്വലിന്റെ, വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റി, അവന്റെ തനത് സ്വത്വബോധം, അറിവ്, കഴിവ്, മനോഭാവം, വ്യക്തിയുടെ ഇത്തരം ട്രെയ്റ്റ്സിനെ സമൂഹത്തിന്റെ ഫാബ്രിക്കുമായി ഇഴകിച്ചേർത്ത് സിന്തസിസ് ഉണ്ടാക്കി നേഷൻ ബിൽഡിങ്ങിനും വേൾഡിനും വേണ്ടി ചിലവാക്കുന്ന പ്രക്രിയയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ചാത്തൻകുളം വിഭാവനം ചെയ്യുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തോടൊപ്പം നമ്മുടെ പ്രാചീന സംസ്കാരത്തിന്റെ ആത്മീയ ചിന്താധാരകൾ, യോഗ, ധ്യാനം, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം ഏറ്റവും മോസ്റ്റ് മോഡേൺ സയന്റിഫിക് ആസ്പെക്ട്സിലുള്ള മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങൾ ഒരേപോലെ സമന്വയിപ്പിക്കുകയും പ്രാചീന ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ പ്രാചീന സംസ്കാരത്തിന്റെ നല്ല വശങ്ങളും ആധുനിക ശാസ്ത്രത്തിന്റെ പുരോഗമനപരമായ ആധുനിക വശങ്ങളും സമന്വയിപ്പിച്ച് വിളക്ക് ചേർത്തുകൊണ്ടാണ് ഈ സങ്കല്പം, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സങ്കല്പം ചാത്തൻകുളം മുമ്പോട്ട് വയ്ക്കുന്നത്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാർത്ഥികളെ എങ്ങനെ പൊസിഷൻ ചെയ്യണം, ആധുനിക മാർക്കറ്റിന്റെ ഡൈനാമിക്സുകൾ, ആധുനിക ബ്രാൻഡിംഗ് സങ്കല്പത്തിന്റെ ന്യൂആൻസസ്, ഇത്തരം കാര്യങ്ങളിലേക്കൂടെ കടന്നു ചെല്ലാനും
ഡിഗ്രി കഴിഞ്ഞ് അവരുടെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് PGയിലേക്ക് വരുമ്പോൾ KG മുതൽ PG വരെ നീളുന്ന ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പലരുടെയും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു ജോലിയോടൊപ്പം ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ വീക്ഷണങ്ങൾ, ജീവിതോന്മുഖമായ ഒരു ഫിലോസഫി, അതിലടിസ്ഥിതമാകുന്ന അറിവ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഒരു നവീന ആശയം എന്ന രീതിയിൽ മുമ്പോട്ട് വെക്കുന്നത്. പലപ്പോഴും MBA ചെയ്യാൻ കേരളത്തിന് വെളിയിൽ പോകണം, കേരളത്തിൻ്റെ വെളിയിൽ മാത്രമേ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളൂ എന്ന സങ്കല്പത്തിൽ നിന്ന് വിഭിന്നമായി ആധുനിക തലത്തിൽ ലോകോത്തര നിലവാരത്തിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനെ മീറ്റ് ചെയ്യുന്ന, മാറുന്ന ലോകത്തിൻ്റെ ക്രമങ്ങൾക്കനുസരിച്ച് മാറുന്ന ലോകത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനെ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണ് ചാത്തൻകുളം വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കേരള സമൂഹത്തിന് വേണ്ടി വിഭാവനം ചെയ്യുന്നത്. മാറ്റത്തിന് പോലും മാറ്റമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. മാറ്റത്തിൻ്റെ വേഗത മാറുന്നു, മാറ്റത്തിൻ്റെ ഡെസ്റ്റിനേഷൻ മാറുന്നു, മാറ്റത്തിൻ്റെ ഉദ്ദേശങ്ങൾ മാറുന്നു, മാറ്റത്തിൻ്റെ ലക്ഷ്യം മാറുന്നു. അങ്ങനെ ആകെ മാറിക്കൊണ്ടിരിക്കുന്ന, കണ്ടിന്യൂസ്ലി ഒരു ഫ്ലെക്സ് ആയിരിക്കുന്ന സമൂഹത്തിലും ലോകക്രമത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ മാറുന്ന ലോകക്രമത്തിൽ പാഠ്യപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി മാത്രം നമുക്ക് ലോകവീക്ഷണങ്ങളോ പാരഡൈമുകളോ വിദ്യാഭ്യാസ പദ്ധതിയോ സെറ്റ് ചെയ്യാനാവില്ല. പക്ഷേ പാഠ്യപുസ്തകങ്ങളുടെ നോളേജിന്റെ, ഭൂതകാലത്തിന്റെ, പോയ കാലത്തിന്റെ ആഴമേറിയ അനുഭവ സമ്പത്തിൽ നിന്ന് ആധുനിക കാലത്തെ മനസ്സിലാക്കാനും, പാസ്റ്റിൽ നിന്ന് പ്രസന്റിനെ മനസ്സിലാക്കാനും, ആ പ്രസന്റിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിനെ, വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ഭാവി കാലത്തെ ബിൽഡ് ചെയ്യാനുമുള്ള ക്രിയേറ്റീവായൊരു ഇന്റലിജൻസ്, അതാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം. ആ ക്രിയേറ്റീവ് ഇന്റലിജൻസിൽ നിന്നുകൊണ്ട് ഡൈനാമിക് ആയ ഒരു സൊസൈറ്റിയെ, ആ സർഗാത്മകമായ ഇന്റലിജൻസിൽ നിന്നുകൊണ്ട്, ബുദ്ധിശക്തി പ്രക്രിയയിൽ നിന്നുകൊണ്ട് മാറുന്ന സമൂഹത്തെയും നാളെയും വിഭാവനം ചെയ്യാനും, ആ വിഭാവനത്തിന്റെ ഭാഗമായി അവരെ ഓൺട്രപ്രണേഴ്സ് ആക്കാനും, അവർ ജോലി ചെയ്യുന്നവർ മാത്രമല്ല പക്ഷേ ലീഡേഴ്സ് ആക്കാൻ, ഓൺട്രപ്രണേഴ്സ് ആക്കാൻ, സംരംഭകരാക്കാൻ, തോട്ട് ലീഡേഴ്സ് ആകാൻ, ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള രീതിയിൽ അവരെ മോൾഡ് ചെയ്യുകയാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. ആധുനിക വിദ്യാഭ്യാസം ഹാർഡ് സ്കിൽസ് എന്നും സോഫ്റ്റ് സ്കിൽസ് എന്നുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ പഠിക്കുന്നു, നമ്മുടെ അക്കാഡമിക് സ്കിൽസും ലൈഫ് സ്കിൽസും, ടെക്നോളജിയും ലൈഫോളജിയും അല്ലെങ്കിൽ അക്കാഡമിക് സ്കിൽസും നോൺ അക്കാഡമിക് സ്കിൽസും, ഈ രണ്ട് സ്കിൽസിലും നമ്മുടെ കുട്ടികളെ എങ്ങനെ എക്വിപ്പ് ചെയ്യുന്നു അവിടെയാണ് നമ്മൾ നോക്കുന്നത്. അതാണ് പറയുന്നത്, പഠനത്തോടൊപ്പം പാഠ്യേതരമായ വിഷയങ്ങളിലും കൂടെ അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ, സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ അഭിരുചികൾ ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ, അവരുടേതായ യുണീക്ക്നെസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു മേഖല കൂടി ഈ ചാത്തൻകുളം ഇൻസ്റ്റിറ്റ്യൂട്ട് വിഭാവനം ചെയ്യുന്നു. ഒരു വ്യക്തിയെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകൾ, അവന്റെ അഭിരുചി അറിയാനുള്ള വഴികൾ, ആ അഭിരുചിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും എമിനന്റ് ആയ, എക്സ്പീരിയൻസ്ഡ് ആയ, പതിറ്റാണ്ടുകൾ ഈ രംഗത്ത് ഗവേഷണം നടത്തിയിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ ആ വ്യക്തിയുടെ തനത് കഴിവുകളെ പുറത്തെടുത്തുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ അവന് കരിയർ ഗ്രോത്ത് ഉണ്ടാകും, പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാകും എന്ന് തിരിച്ചറിയുന്ന ലൈഫ് സ്കിൽ സെഷൻസ് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ വലിയ പ്രത്യേകതകൾ ഒന്നാണ്. ചാത്തൻകുളം പോലെ വളരെ വർഷങ്ങളായി ഈ രംഗത്ത് മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ളവർ വിദ്യാഭ്യാസത്തിലേക്കൂടെ വരുന്നത് വളരെ സ്വാഗതാർഹമാണ്. കാരണം ഇൻഡസ്ട്രിയിൽ അവർ ഉള്ള ബെസ്റ്റ് പ്രാക്ടീസസ്, നോളജ്, ഇത്തരം കാര്യങ്ങളും പഠനത്തിലേക്ക് വരികയും കുട്ടികളിലൂടെ അത് മുമ്പോട്ടെടുക്കാൻ കഴിയുകയും ചെയ്യുന്ന, എഡ്യൂക്കേഷന് ശേഷം ഇൻഡസ്ട്രിയിലേക്ക് ഡയറക്റ്റ് ഡോർ സ്റ്റെപ്പ് എൻട്രി ഉള്ള ഒരു മെത്തേഡ് കൂടിയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഗുണകരമാവും, നമ്മുടെ നാടിന് തന്നെ ഗുണകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. By pursuing MBA, we can get a lot of opportunities in our market in India and also abroad, and career growth can be maintained through MBA, and we can reach the position where we have to be, and an MBA should be quality one. He should be able to handle different situations and different pressures. Desire determines your destiny. Desire determines your destiny. ബ്രെയിൻ ട്രാൻസിലെ വരികളാണ്. നിങ്ങൾ ആഗ്രഹമാണ് നിങ്ങളുടെ ഡെസ്റ്റിനി. അബ്സല്യൂട്ട്ലി ഒരു മനുഷ്യന്റെ ഡിസയറാണ് ബേസ്. ഈ താജ്മഹൽ പണിതെവിടെയാണ്? അല്ല, ഷാജഹാന്റെ ആഗ്രഹത്തിലാണ്. എന്തിനു വേഗം ആഗ്രഹം എന്നറിയാം. ആഗ്രഹം സെക്കൻഡ് ചോയ്സ് ആണ്. ഫസ്റ്റ് ചോയ്സ് അവിടെയല്ല പറഞ്ഞത്, ഷാജഹാന്റെ ആഗ്രഹം. സ്വീഡൻ നാഷണൽ ഓഡിറ്റ് ഡയറക്ടറും ജനീവ ഇന്റർനാഷണൽ ഓഡിറ്റ് യുണൈറ്റഡ് നേഷൻസിന്റെ മുൻ തലവനുമായ മിസ്റ്റർ ആൻഡേഴ്സ് ഗ്ലോബൽ ഇക്കണോമി ആൻഡ് ദ റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചാത്തൻകുളം മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സെമിനാർ മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് സമ്മാനിച്ചതെന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം.